അപകടം കഴിഞ്ഞ് ഒരു ദിവസം പിന്നിടുകയാണ്. ഇന്ന് രാജ്യം അന്തരിച്ച CDSനും അതുപോലെ തന്നെ മറ്റ് സൈനിക ഉദ്യോഗസ്ഥർക്കും ഒക്കെ അവരുടെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഈ അപകടം എങ്ങനെ നടന്നു എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത അനിവാര്യമല്ലേ? ഗുഡ് ഈവനിങ് അഭിലാഷ്. അപകടം എങ്ങനെ നടന്നു എന്നുള്ളതിനെപ്പറ്റി വ്യക്തത എപ്പോഴെങ്കിലും അത് പബ്ലിക്കായി കിട്ടും എന്നുള്ളതിന് ഒരു സാധ്യതയില്ല. കാരണം അത് ഇതിനു മുമ്പ് നടന്ന ഒരു അപകടത്തിനെ പറ്റി അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. YSR ചീഫ് മിനിസ്റ്റർ തെലങ്കാന അല്ലെങ്കിൽ ആന്ധ്ര ചീഫ് മിനിസ്റ്ററുടെ ഒരു മരണം സംഭവിച്ചത് ഇതുപോലൊരു ഹെലികോപ്റ്റർ ആക്സിഡൻറ്റിലായിരുന്നു. അപ്പോൾ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നെങ്കിലും ആർക്കും തന്നെ അറിയാൻ പറ്റുന്നില്ല അതിൻ്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്നുള്ളത്. കാരണം ആ സമയത്ത് ഒരു ഹിയർസേ ഉണ്ടായിരുന്നു. ആ പൈലറ്റിനോട് കുറച്ച് പ്രഷറൈസ് ചെയ്ത് ബാഡ് വെതറിൽ ഈ ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യാൻ അവർ നിർദ്ദേശിച്ചു എന്നുള്ള ഒരു ഹിയർസേ ഉണ്ടായിരുന്നു. അത് എത്രമാത്രം കറക്റ്റ് ആയിരുന്നു എന്നറിയത്തില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ നീൽഗിരി ഏരിയയിൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവിടെ ഭയങ്കരമായ ബാഡ് വെതറായിരുന്നു, ഭയങ്കര മോശം കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ആ കാലാവസ്ഥയിൽ ഈ ഹെലികോപ്റ്റർ പറന്നതും അതുതന്നെ ആയിരിക്കണം, കാലാവസ്ഥയുടെ പ്രോബ്ലത്തിൽ തന്നെ ആയിരിക്കണം ഇതിൻ്റെ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു വിലയിരുത്തൽ. അവിടുത്തെ ഞാൻ ആക്ച്വലി VIP സെക്യൂരിറ്റിയിൽ ഈ Mi-17 ഹെലികോപ്റ്ററിൽ നൂറുകണക്കിന് മണിക്കൂറുകൾ പറന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ VIP സെക്യൂരിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ഡയറക്ഷൻസ് ഉണ്ട്, എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രൈം മിനിസ്റ്ററുടെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ബ്ലൂ ബുക്ക്. മറ്റ് VIPസിനൊക്കെ അവരുടെ ഫ്ലൈയിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു യെല്ലോ ബുക്ക് എല്ലാം അവൈലബിൾ ആണ്. അതിന് പറഞ്ഞിരിക്കുന്ന റൂൾ അനുസരിച്ച് വേണം ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ VIPയെ കൊണ്ട് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഹെലികോപ്റ്റർ അത് എവിടെ ലാൻഡ് ചെയ്യുന്നുണ്ടോ ആ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തെ വെതറിനെ പറ്റി നല്ല ഗ്രാഹ്യം ആർമിക്കും അല്ലെങ്കിൽ എയർഫോഴ്സിനും അത് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. ആ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നല്ല വെതർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അത് ഉയരാൻ സാധ്യതയുള്ളൂ. അല്ല, ഈ പൈലറ്റ്സൊക്കെ സാധാരണഗതിയിൽ അത് പറയും, ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തെ വെതർ ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്തില്ല. പല ഒക്കേഷനുകളിൽ VIPയുടെ ഫ്ലൈറ്റ് അങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പ്രൈം മിനിസ്റ്ററുടെ. അപ്പോൾ ഇവിടെ നമുക്കൊരു സംശയം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാവുന്നതാണ്, ഇപ്പം ചില വീഡിയോകളൊക്കെ വരുന്നുണ്ട് അവിടുത്തെ വെതറിനെ പറ്റി, അല്ലെങ്കിൽ ലോ ക്ലൗഡ്സ്, ഭയങ്കരമായ ഹാങ്ങിങ് ക്ലൗഡ്സ് ഉള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു എന്നുള്ളതാണ്. അതിനകത്ത് ആ പൈലറ്റ് അണ്ടർ പ്രഷർ ആയിരുന്നു അത് പോയിരുന്നത് എന്നുള്ളതിനെ പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതായിരിക്കാനാണ് കൂടുതൽ സാധ്യത. നല്ല ഒരു കാലാവസ്ഥയിലല്ലായിരുന്നു അത് പറന്നിരുന്നത്. കാലാവസ്ഥ മാത്രമായിരിക്കണം ഇതിൻ്റെ ഒരു കാര്യം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ Mi-17 V5 എന്ന് പറയുന്ന ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹെലികോപ്റ്ററാണ്, ഏറ്റവും മുന്തിയ ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററാണ്. അത് എവാക്യുവേഷൻ, ഇപ്പം ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ കൊല്ലം നടന്ന ഫ്ലഡിലൊക്കെ എവാക്യുവേഷന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന Mi-17 തന്നെ ഹെലികോപ്റ്റേഴ്സ് ആയിരുന്നു. ഇതിൻ്റെ റിലയബിലിറ്റിയെ പറ്റി യാതൊരു സംശയവുമില്ല. ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ഹെവിയാണ്. വെർട്ടിക്കൽ ലാൻഡിങ്ങും വെർട്ടിക്കൽ ടേക്ക് ഓഫും വരെ പറ്റുന്ന ഒരു ഹെലികോപ്റ്ററാണ്. അപ്പോൾ അതിനകത്ത് ഒരു സാധാരണഗതിയിൽ മാത്രമല്ല ഡബിൾ എൻജിനുണ്ട്. സാധാരണഗതിയിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. Mi-17 ഹെലികോപ്റ്ററിൻ്റെ ആക്സിഡൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
ഇന്ത്യൻ ഏവിയേഷൻ ഹിസ്റ്ററിയിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എയർക്രാഫ്റ്റിൽ ടെക്നിക്കൽ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എങ്കിലും അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 2 കൊല്ലം മുമ്പ് നമുക്കറിയാം വേൾഡിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് എൻജിൻ 737 മാക്സ് എൻജിൻസ് വന്നു. അതിൽ അടുത്തടുത്ത് തന്നെ എത്യോപ്യയിലും ഇന്തോനേഷ്യയിലും 2 ഭയങ്കരമായ ക്രാഷ് ഉണ്ടായി. ആ എൻജിൻ ഉപയോഗിച്ചിരുന്ന എല്ലാ എയർക്രാഫ്റ്റും ഗ്രൗണ്ട് ചെയ്തു. 2 വർഷം വരെ അതിൻ്റെ കറക്ഷന് ശേഷമാണ് അത് വീണ്ടും പറക്കാൻ തുടങ്ങിയത്. അപ്പോൾ എത്ര മോഡേൺ ആണ്, എത്ര അഡ്വാൻസ്ഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ഒട്ടും കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ ഫോൾട്ട് ഫ്രീ ആയിരിക്കണം എൻജിൻ എന്നുള്ളതിന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇത് മോസ്റ്റ് മോഡേൺ റഷ്യൻ എയർക്രാഫ്റ്റ് ആണ്, ഏറ്റവും അഡ്വാൻസ്ഡ് എൻജിനാണ്, ഏറ്റവും പവർഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പോലും അതിന് ടെക്നിക്കലി 100% അത് സുരക്ഷിതമാണ് എന്നുള്ളതിന് പ്രൂഫില്ല. മാത്രമല്ല ഇതിപ്പോൾ ആദ്യത്തെ ഒരു ക്രാഷാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഈ 2 കാര്യങ്ങളും അവലോകനം ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിൽ കൃത്യമായ അവലോകനം ആവശ്യമുണ്ട്. നമുക്കൊരു അഭ്യൂഹത്തിലേക്ക് പോകാനും കഴിയില്ല. ഞാൻ ആ പോയിന്റിൽ എഗ്രി ചെയ്യുന്നു. ശ്രീ മോഹൻ ജോൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ Mi-17 V5 അത്യന്താധുനിക ഹെലികോപ്റ്ററാണ്. അതിൽ പലതരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളുണ്ട്, സ്ട്രോങ് ആണ്. CDSനെ വഹിക്കുന്ന ഹെലികോപ്റ്റർ തീർച്ചയായിട്ടും വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു വൈമാനികനായിരിക്കും പറത്തിയിട്ടും ഉണ്ടാവുക. അപ്പോൾ എന്നിട്ടും ഇങ്ങനൊരു അപകടം സംഭവിച്ചത് എന്തേ എന്ന് പൊതുജനത്തിന് ഒരു ആശങ്ക തന്നെ ഉണ്ടാകില്ലേ? അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ വളരെ പെട്ടെന്ന് ഇപ്പോൾ നമുക്കതിൽ ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വോയിസ് റെക്കോർഡർ കിട്ടിയിട്ടുണ്ട്. ഉടനെ ഒരു പക്ഷേ അക്കാര്യത്തിലൊരു ധാരണ ഉണ്ടാകുമായിരിക്കും. പക്ഷെ അത് പബ്ലിക്കാക്കുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളോട്ട് അറിയാനും പാടില്ല. ജനങ്ങൾക്ക് ഇത് എങ്ങനെ സംഭവിച്ചു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ന്യായമല്ലേ? ഫസ്റ്റ്ലി ഈ ആക്സിഡന്റ് ഉണ്ടായി, വളരെ റിഗ്രറ്റബിൾ ആണ്. പക്ഷേ ഇപ്പം ഫോർ എനിബഡി ടു സ്പെക്യുലേറ്റ് അബൌട്ട് കോസ് ഓഫ് ആക്സിഡന്റ് ഐ തിങ്ക് ഇസ് റോങ്. A very high-powered court of inquiry has been ordered by the Air Force. It is headed by an Air Marshal. It is a tri-service composition. And this inquiry is already on the job, trying to find out what went wrong. Firstly, there are 3 possibilities which could have taken place. One of the weather naivety, people have talked about it, but this is all speculation, because nobody has seen it. These videos which are floating around, I think they may be fake. I don't know. So I think we should not get swayed by such social media posts and make judgments based on that. As far as the reliability of the aircraft is concerned, it is a very reliable aircraft, one of the most reliable helicopters in the world. It is used for VIP duties in India, flies the Prime Minister, the President, Vice President, everybody. So it is one of the most reliable helicopters in the world. But let me also say, despite an aircraft being reliable, any military aircraft has got thousands and thousands of parts in it. So things can go wrong, and at times they do go wrong. To give an example, the space shuttle, which costs in excess of $1 billion, that crashed. So military aircraft, there is no such thing as 100% safety in a military aircraft. So system failure cannot be ruled out. And the last thing is the point about the competence of the crew. For a VIP flight, the most competent crew are picked. In fact, the pilot was the CEO of the unit, who was being specially picked to command the unit, and he is the one who's flying the VIP. The technical team or the technicians who have serviced the aircraft are also pick people who will do the correct job. But all this aside, I think it is extremely wrong to speculate about the cause of accident when there is a team already on the job. It is almost like saying we are doing things which are sub judice. Yes. And I think the previous speaker made a statement about the 737 MAX. I think he is misinformed. There's nothing wrong with the engine of the aircraft. It is a problem of stability.
It was a design problem which was done by the manufacturers. It is not an engine problem. It was a design problem. The aircraft was not fit to fly, but it was sold, and that's the reason why it crashed. So people make this speculation, which is wrong. And I think we should give the team enough time to come to a conclusion. And whether or not the findings will be made public, I cannot comment upon that, because as per the normal rules, the findings of such court of inquiries are not made public. Yes. So that on that issue, I cannot comment upon. Okay. But and the second thing is that the inquiry, it will take some time. It will take definitely more than a week, maybe 10 days. But we are fortunate because we have one person who was on the aircraft who is alive. He is under treatment, but he's in a position to give a very reliable statement. Eyewitness statements are not reliable in a court of inquiry. We don't know. I've done a number of court of inquiries as a serving officer, and we normally listen to the eyewitness accounts, but they are very seldom they are they reliable. But here we'll have a person who is also a pilot. He was on the aircraft, so he will be able to comment upon that. The black box has been recovered. So let us give a chance to the inquiry team to come out with the findings, and then the decision is that of the government of India, whether they want to make the findings public or whether they want to keep it confidential. Yeah. That is something which we cannot comment upon. It is up to the government of India to decide whether the findings can be made public. ഓക്കെ ഫൈൻ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ബ്രിഗേഡിയർ മോഹനൻ പിള്ള, ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെയാണ് നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ 3 സേനകളുടെയും തലവൻ ഇല്ല എന്നൊരു ശൂന്യത അവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു അപകടം നടന്നതിൻ്റെ നടുക്കം രാജ്യത്തിനുണ്ട്, സ്വാഭാവികമായും സേനയ്ക്കും ഉണ്ടാകും. എന്താണ് നെക്സ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ താങ്കളുടെ അഭിപ്രായത്തിൽ? നെക്സ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് അപ്പോയിൻമെൻറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ചേർന്ന് നെക്സ്റ്റ് ഇൻകുംബൻറ്റിനെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് പ്രൈമറി ടാസ്ക്കാണ്. കാരണം ഈ ഹൈലി എലിവേറ്റഡ് പോസ്റ്റ് ഒരു കാരണവശാലും നമ്മൾ ഒഴിച്ചിടാൻ പാടില്ലാത്ത ഒരു സാഹചര്യമാണ്. റീസൺ ബീയിങ്, ഇത് ന്യൂലി ഡെവലപ്ഡ് പല സ്റ്റേജുകളിൽ തിയേറ്റർ ഓഫ് ഓപ്പറേഷൻസ് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഫുൾഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഫുൾഫിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഒരു പിൻഗാമി ഉടൻ തന്നെ ആവശ്യമാണ്. അത് ഗവൺമെൻറ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള അത് എവറിത്തിങ് ഈസ് സ്പെക്കുലേഷൻസ്. ബേസിക്കലി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയും ഹെഡായിരിക്കണം എന്നൊരു സീനിയർ ആയിരിക്കണം എന്നൊരു കൺവെൻഷൻ അൺറിട്ടൺ റൂളുണ്ട്. ജനറലി ഇറ്റ് ഈസ് സോ. അപ്പോൾ തീർച്ചയായിട്ടും ജനറൽ നർവണെ മേ ബി ക്യാൻ ബി ഇയർമാർക്ഡ് ഫോർ ദാറ്റ്. റീസൺ ബീയിങ് ആർമി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഇന്ത്യൻ ടെറൈൻ സംബന്ധിച്ചിടത്തോളം തിയേറ്റർ ഓഫ് ഓപ്പറേഷൻസ് മേജർ റോൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ ആയതുകൊണ്ട് an officer maybe from army itself, that we can that's also a speculation as such, but at the same time വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും എയർഫോഴ്സിൽ നിന്നും ആകാൻ പറ്റും. പക്ഷേ നേവിയിൽ നിന്നുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ഹരികുമാർ സാറ് നേവി ചീഫാണ്, ബട്ട് ഈസ് റീസെൻ്റ്ലി ആണ് അപ്പോയിൻറ്റ് ചെയ്തത്, അതുകൊണ്ട് ജൂനിയർ മോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ളത് ടു ക്ലിയർ ദ എയർ എന്നുള്ളതാണ്. ടു ക്ലിയർ ദ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിരിക്കുന്നിടത്തോളം കാലം ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അറൈസിങ് ഫ്രം സോ മെനി പ്ലേസസ്. ഈവൻ അവർ എനിമി കൺട്രി ഈസ് സ്പ്രെഡിങ് അൺവാണ്ടഡ് റൂമേഴ്സ്. അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഉള്ളിടത്തോളം സമയം തീർച്ചയായിട്ടും അത് ട്രൈ സർവീസ് എൻക്വയറി ഓഫ് കോഴ്സ് അതാണ് അതിൻ്റെ പ്രൈമറി ഡ്യൂട്ടി. എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കാർക്കും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെക്കുറിച്ചിട്ട് ടെക്നിക്കൽ നോ ഹൗ അറിയാവുന്ന ആൾക്കാർ തന്നെ അത് ചെയ്യണം. ട്രൈ സർവീസിലുള്ള ടെക്നിക്കൽ എക്സ്പേർട്സ് അതിൻ്റെ എൻക്വയറി ആദ്യം തന്നെ അറ്റ് ദി ഏർലിയസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇതിന് മുമ്പുണ്ടായിട്ടുള്ള എൻക്വയറി മാതിരി ആവാതെ ഇതിൻ്റെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള രീതിയിൽ എൻക്വയറി നടത്തുകയും അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ അറ്റ് ലാർജർ സൈഡിൽ ഒരു ഫർദർ എൻക്വയറി കൂടി ഈഫ് റിക്വയർഡ് നടത്തുന്നത് കൊണ്ടും ട്രാൻസ്പെറൻസി ഊട്ടിയുറപ്പിക്കുവാനും അതുപോലെ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനും
തീർച്ചയായിട്ടും ഒരു ബ്രോഡർ ലെവലിൽ ഒരു എൻക്വയറി കൂടി നടത്തുന്നത് കൊണ്ടും ദർ ഇസ് നത്തിങ് റോങ് ഇൻ ടു ഇറ്റ്. അപ്പം ആ ഒരു രീതിയിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത കർത്തവ്യം. അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് അഡ്വാൻസ്ഡ് ദിസ് ഹെപ്റ്റർ ഇത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി നമ്മൾ അത് ചിന്തിച്ചില്ലെങ്കിൽ പോലും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് ദേ സ്റ്റാർട്ടഡ് റീതിങ്കിങ് അബൌട്ട് ദ റിലയബിലിറ്റി ഓഫ് ദിസ് ഹെപ്റ്റർ എന്നാണ് പറയുന്നത്. കാര്യം അതിന് എത്രത്തോളം റിലേ ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ടെക്നിക്കൽ സ്നാഗ് അല്ലെങ്കിൽ എന്തെങ്കിലും മേജർ ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വിഡ്രോ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്ത് തിരിച്ചു വരണം. കാര്യം നമ്മൾ ഇതിനു മുമ്പ് പല അനുഭവങ്ങളും ഉണ്ട്. ഇത് ഫ്ലൈയിങ് കൊഫീൻ എന്ന് പറയുന്നത്, അതായത് അറിയപ്പെടുന്നതാണ് മിഗ് എന്ന് പറയുന്നത്. ജഗോറിൻ്റെ ഒരുപാട് ആക്സിഡൻറ്റ് റേറ്റ് കുറവാണെങ്കിലും മിഗ് എന്ന് പറയുന്നതിന് മിഗിൻ്റെ ആക്സിഡൻറ്റ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പം മിഗ് ഒരു ഔട്ട് ഓഫ് 10 2 മിഗ്സ് ആർ ജനറലി ഫേസിങ് സച്ച് കൈൻഡ് ഓഫ് എ ട്രാജഡി. അപ്പം അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് പോളിസിയിൽ കൂടുതൽ ഊന്നൽ നൽകുകയും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പണറി പ്രൊക്യൂർ ചെയ്യാൻ ശ്രമിക്കുകയും കൂടി ചെയ്യണം. ഇവിടുത്തെ കേസിൽ സീറോ എറർ സിൻഡ്രോം എന്നുള്ള ആ രീതിയിലോട്ട് മുന്നോട്ട് പോവുക എന്ന് പറയാൻ പറ്റില്ല. കാരണം ജനങ്ങൾ സംശയിച്ചാൽ അത് ജനങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് എന്ന് പറയുന്നത് ട്രൈ സർവീസിൻ്റെ യങ് ഓഫീസേഴ്സിൻ്റെ ട്രെയിനിങ് സെൻ്ററാണ്. ആർമി, നേവി, എയർഫോഴ്സിൻ്റെ യങ്സ്റ്റേഴ്സ് വരുന്ന ഒരു ട്രെയിനിങ് സെൻ്ററും അതുപോലെ തന്നെ കേരളത്തിൻ്റെയും അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെയും ഒക്കെ ചേർന്നുള്ള ഒരു റെജിമെൻ്റൽ സെൻറ്റർ, മദ്രാസ് റെജിമെൻ്റൽ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതും വെല്ലിംഗ്ടണിലാണ്. അപ്പം അവിടെ തീർച്ചയായിട്ടും നോർമൽ റുട്ടീനായിട്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് ഡിഗ്നറ്ററീസ് ഫ്ലൈ ചെയ്യാറുണ്ട് സുലൂറിൽ നിന്ന് വെല്ലിംഗ്ടണിലോട്ട്. വളരെ ഫ്രീക്വൻറ്റ്, അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 1 അല്ല 2 തീർച്ചയായിട്ടും ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ അത് ഒരു നോർമൽ സോർട്ടി റൂട്ടാണ് എന്നാണ് ജനറലി ആൾക്കാർ പറയാറുള്ളത്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് സംശയം വന്നത്. രണ്ടാമത് ട്രയൽ റൺ നടന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ക്ലിയർ കട്ട് ഇത് വരുന്നില്ല. പിന്നെ അണ്ടർ പ്രഷർ എന്ന് ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ജനറൽ റാവത്തിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരേ ഒരു ഇൻസിഡൻറ്റ് മാത്രമേ എനിക്ക് ജനറൽ റാവത്തുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉള്ളൂ. അത് ചൗധരി ചരൺ സിംഗ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഓപ്പൺ കണ്ടസ്റ്റ് വൈവ ഡോക്ടറേറ്റിന് വേണ്ടി നടക്കുകയായിരുന്നു. ആ സമയത്താണ് ജനറൽ റാവത്തിനെ ഞാൻ കാണുന്നത്, അതും ആക്സിഡൻ്റലായിട്ട്. ഞാൻ ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡോക്ടറേറ്റ് DLIT വേണ്ടിയാണ് അവിടെ ചൗധരി ചരൺ സിംഗ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ കാണുന്നത്. പക്ഷേ റാങ്ക് ആൻഡ് ഫയലെല്ലാം മറന്ന് അദ്ദേഹം ഓപ്പൺ കണ്ടസ്റ്റിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് മൈ ഓർഡർ, എവരിബഡി ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ദർ ഈസ് നോ റിസർവേഷൻ ഫോർ ദാറ്റ്. അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡാണ്. ഒരു കാരണവശാലും അദ്ദേഹം അണ്ടർ പ്രഷറിൽ ഇത് ചെയ്യും. അതുപോലെ തന്നെ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏത് പൈലറ്റിനാണെങ്കിലും ബീറ്റ് അറ്റ് എനി ലെവൽ, പ്രസിഡൻ്റ് അല്ല, പ്രൈം മിനിസ്റ്റർ അല്ല, ഈവൻ എനിബഡി, ഫീൽഡ് മാർഷൽ പറഞ്ഞാൽ പോലും വെതർ ക്ലിയർ അല്ല എങ്കിൽ സോറി സാർ എന്ന് പറയാനുള്ള പവർ അവരെ ബേസിക്കായിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പം വെതർ കണ്ടീഷൻ നല്ലതല്ല എങ്കിൽ തീർച്ചയായിട്ടും പോയേ പറ്റൂ, അല്ലെങ്കിൽ പോകണം എന്ന് ആരും പറയുകയില്ല, ജനറലി ആരും പറയില്ല, അത് വിശ്വസിക്കാനും പറ്റില്ല. ഓഫ് കോഴ്സ് ദേ ആർ നോട്ട് ദ പൊളിറ്റീഷ്യൻസ്. അങ്ങനെ അണ്ടർ പ്രഷറിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് പോകേണ്ട ഒരു സാഹചര്യം ഇല്ല. സിവിൽ ഹെപ്റ്ററിലായി ഡോണോ അങ്ങനെ നടക്കുമായിരിക്കാം. ബട്ട് അണ്ടർ പ്രഷറിൽ ഒരു കാരണവശാലും എയർഫോഴ്സിലെ ഹെപ്റ്റർ ഫ്ലൈ ചെയ്യില്ല എന്നുള്ളത് 100% ഷുവറാണ്. പിന്നെ ഉള്ള ഒരു കാര്യം, ആ സ്പെക്കുലേഷൻസിൽ ഒന്ന് ഓക്കെ, TV മൊബൈലിൽ വന്ന പിക്ചർ അതിൻ്റെ റിലയബിലിറ്റി ലൊക്കേഷൻ വെക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഊട്ടിയിലെ റെയിൽവേ ട്രാക്ക് ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കാണുവാൻ സാധിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ലോ ഫ്ലൈയിങ് എഫക്റ്റ് കൊണ്ടാകാം ഇത് സംഭവിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റിലുള്ള ഒരു എസ്റ്റിമേഷൻ എന്ന് ഇത് ചെയ്തു, മൂടൽമഞ്ഞായി, മഞ്ഞ് വന്നു, അത് ചെയ്തു. പക്ഷേ ഊട്ടിയിൽ മൂടൽമഞ്ഞ് വരിക എന്നുള്ളത് ഇറ്റ്സ് എ നോർമൽ ഫിനോമിന. അതിനുവേണ്ടിയാണല്ലോ ആൾക്കാർ കാശ് മുടക്കി ഊട്ടിയിൽ പോകുന്നത്. അപ്പം അവിടെ മൂടൽമഞ്ഞ് അവിടുത്തെ ഒരു ഇംഗ്ലീഷ് വെതറാണ്, പ്രത്യേകിച്ചിട്ടുള്ള ഒരു വെതറാണ്, അവിടുത്തെ ഒരു പിക്യൂലിയാരിറ്റിയാണത്. അപ്പം അത് ഓൾ ഓഫ് എ സഡൻ വന്നതല്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം അറ്റ് ദി ഏർലിയസ്റ്റ് ഗവൺമെൻറ് ആൾക്കാരുടെ സംശയം ദൂരീകരിക്കേണ്ടത്. യെസ്, അതാണ് ശ്രീ KVS ഹരിദാസ്, സർക്കാരിനെ സംബന്ധിച്ച് ഒന്ന് ഗവൺമെൻറ് ജനങ്ങളുടെ സംശയം ദൂരീകരിക്കണം എന്നൊരാവശ്യം ഇവിടെ ബ്രിഗേഡിയർ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, ജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്ര ഉയർന്ന ഉദ്യോഗസ്ഥൻ, നമ്മുടെ ഏറ്റവും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ഒരു അപകടത്തിൽ കൊല്ലപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ പത്നിയും മറ്റ് സഹസൈനികരും കൊല്ലപ്പെടുന്നു എന്നതിൻ്റെ ഷോക്ക് ഒരു വശത്ത്. ജനറലി നോക്കിയാൽ ഇന്ത്യ ദ്വിമുഖമായ ഭീഷണിയെ നേരിടുകയാണ്, ചൈനയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന്. അങ്ങനെ ഒരു
അസാധാരണമായിട്ടുള്ള സുരക്ഷാ സാഹചര്യവും അവിടെ നിൽക്കുന്നു. ഇന്ത്യക്ക് CDSനെ നഷ്ടമാകുന്നു, അതും ഇങ്ങനൊരു ദാരുണമായ അപകടത്തിൽ. അപ്പോൾ ഗവൺമെൻറ് ഈ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യണ്ടേ? പക്ഷേ യാതൊരു സംശയവുമില്ല, അതീവ ദുഃഖകരമായ മണിക്കൂറുകളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോയത്. ഏറെ ദുഃഖം എല്ലാവരുടെ മനസ്സിലുമുണ്ട്. ആ കൂനൂരിലെ ആ ദാരുണ സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അയ്യോ എന്ന് വിളിക്കാത്തവർ ഉണ്ടാകുമോ മനസ്സിൽ? അങ്ങനെ ചിന്തിച്ചവരാണ് മുഴുവൻ. കാരണം ഈ ബിപിൻ റാവത്ത് അത്ര മാത്രം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യ അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ് അദ്ദേഹം കരസേനയുടെ മേധാവിയായിരുന്നത്. പല ഭാഗത്ത് നടന്നിട്ടുള്ള ആൻറ്റി ടെറർ ഓപ്പറേഷൻസിന് നേതൃത്വം കൊടുത്തത്. ഡോക്ലാം പോലെ ലഡാക്ക് പോലെ ഉള്ള ഇഷ്യൂസിൽ ഏതാണ്ട് മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് അദ്ദേഹം നമ്മുടെ സൈന്യത്തിനെ. അപ്പോൾ നമ്മുടെ മുഴുവൻ ജനതയുടെയും ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയെടുത്ത ഒരു സൈനിക മേധാവി, ഇന്ത്യയുടെ ആദ്യത്തെ CDS. തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് താങ്ങാനാവാത്തതിനപ്പുറമാണ് ആ സംഭവം, യാതൊരു സംശയമില്ല. അഭിലാഷ് ഇന്ന് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഇന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് 2 പിക്ചറുകൾ എന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജമ്മുവിലെ കാശ്മീരിലെ വാലിയിലൊക്കെ, ശ്രീനഗർ വാലിയിലെ 2 വിദ്യാലയങ്ങളിൽ കുട്ടികൾ ചരാത് കത്തിക്കുന്നു, മെഴുകുതിരി കത്തിച്ചിട്ട് ഇദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. അവിടുത്തെ മുസ്ലിം പെൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ പോലും ഈ ബിപിൻ റാവത്തിനുള്ള സ്ഥാനം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൂനൂരിൽ നിന്ന് ഈ വെല്ലിംഗ്ടണിൽ നിന്ന് ഈ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് കോയമ്പത്തൂരിലെ മറ്റും തെരുവീഥികളിൽ 2 പുറത്ത് നിന്നിട്ട് ജനങ്ങൾ ആർത്ത് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലാണെന്ന് ആലോചിക്കണം. അപ്പോൾ അത്രമാത്രം ഹൃദയം കൊണ്ട് ആൾക്കാർ അദ്ദേഹത്തെ എന്താ പറയുക ആദരിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. തീർച്ചയായിട്ടും രാജ്യത്തിനുണ്ടായ കനത്ത നഷ്ടം തന്നെയാണ്. റാവത്തിൻ്റെ മാത്രമല്ല, എല്ലാവരുടെ കാര്യത്തിലും നമ്മളൊക്കെ ആ ദുഃഖത്തിൽ പങ്കുചേർന്നവരാണ്. ശരി, ഇതിനെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? തീർച്ചയായിട്ടും അത് അന്വേഷിക്കപ്പെടണം. അതിനൊരു വിദഗ്ധ സമിതിയെ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ ആസ്പെക്ട്സും നോക്കണം. ഇപ്പോൾ സ്പെക്കുലേഷൻസ് പലതുമുണ്ട്, ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യാനില്ല. സ്പെക്കുലേഷൻസ് പലതുണ്ട്, പലർക്കും പല ഇൻട്രസ്റ്റോടു കൂടിയുള്ള വാർത്തകളും പ്രചരിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാർ ഹൈ പ്രൊഫൈൽ ഓഫീഷ്യൽസ് ആണ്, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ദേ വിൽ ഡൂ ദിയർ ജോബ്. അവർക്കത് എല്ലാ വശങ്ങളും പരിശോധിച്ച് വസ്തുതകൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്കും ആവശ്യമെങ്കിൽ തിരുത്തലുകൾ നാളേക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് പാകത്തിനുള്ള ശുപാർശകളും കണ്ടെത്തലുകളും ഈ റിപ്പോർട്ടിലുണ്ടാകും. അത് വരുന്നതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഈ സ്പെക്കുലേഷൻസ് കൊണ്ട് തൽക്കാലം സോഷ്യൽ മീഡിയയിലൊക്കെ ചില കളികൾ ചെയ്യാൻ പറ്റുമായിരിക്കാം, പക്ഷേ രാജ്യത്തിന് ഗുണകരമായിരിക്കുകയില്ല. വി വിൽ ഹാവ് ടു വെയിറ്റ് ടിൽ ദാറ്റ് റിപ്പോർട്ട് ഈസ് ഫൈൽഡ്. നമുക്ക് കാത്തിരിക്കാം. യെസ്, ഓക്കെ. എന്തായാലും കാത്തിരിക്കാൻ എനിക്ക് ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങി. ഷിറ്റീജ ജേക്കബ്, ഈ VVIP ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ താങ്കൾ. ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് സ്പെക്കുലേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷെ നോർമലി സാധാരണ നിലയിൽ ഒരു VVIP യാത്ര ഉണ്ട് എങ്കിൽ അതിന് മുൻപുള്ള ചില നടപടിക്രമങ്ങളില്ലേ? ഒരു എയർക്രാഫ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ആണെങ്കിൽ അതിൽ നടക്കുന്ന സാങ്കേതികമായ പരിശോധനകൾ, അതുമായി ബന്ധപ്പെട്ട ട്രയൽ, ആരാണ് ഇതിലെ വൈമാനികൻ, ആരൊക്കെയാണ് ഒപ്പമുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള സ്ക്രൂട്ടണി, ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണ നിലയ്ക്കുള്ള എല്ലാ ഫ്ലൈറ്റിലും നടക്കുന്ന കാര്യങ്ങളല്ലേ? അത്തരം കാര്യങ്ങളിൽ വീഴ്ച വരാറുണ്ടോ? ഞാൻ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പോൾ മിസ്റ്റർ ഹരിദാസ് പറഞ്ഞു ബിപിൻ റാവത്ത് ഒരു വലിയ മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അതിനകത്തുനിന്ന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് നമുക്ക്
നികത്താനാവാത്ത ഒരു വിടവെന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, ഇന്ത്യക്കുണ്ടായ ഒരു ഭയങ്കര നഷ്ടമാണ്. ആദ്യത്തെ 5 സ്റ്റാർ ജനറലിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷണൽ എബിലിറ്റിയെ പറ്റിയോ അതിനെപ്പറ്റിയോ ഒന്നും ഒരിടത്തും ആർക്കും ഒരു സംശയമില്ല. നഷ്ടമാണ്. അതിനകത്തുള്ള സങ്കടം ഞാനും രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്, ബ്രിഗേഡിയർ പറഞ്ഞു അത് ഡ്രൈ റൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഹേഴ്സൽ നടത്തിയിരുന്നോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞത്. കൂനൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ റിഹേഴ്സൽ ഒന്നും നടത്തി കഴിഞ്ഞാൽ പോലും അവിടുത്തെ വെതർ ഒരു മണിക്കൂറുകൾ കൊണ്ട് ചേഞ്ച് ആകുന്ന വെതറാണ്. അപ്പോൾ ഡ്രൈ റൺ നടത്തിയാലും ഇല്ലെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ അവിടുത്തെ വെതർ റിപ്പോർട്ട് എന്താണെന്ന് അതനുസരിച്ച് ആണ് അത് ടേക്ക് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് ചോദിച്ചു VIP ഡീറ്റെയിലിങ്ങിൽ എങ്ങനെയാണെന്നുള്ളത്. അതെ, തീർച്ചയായും ഭയങ്കരമായിട്ടുള്ള റിഹേഴ്സലുകളും ഈവൻ VIP ഫ്ലൈ ചെയ്യുന്ന മൊത്തം എപ്പോഴും തന്നെ എയർഫോഴ്സ് VIP സ്ക്വാഡ്രനിൽ പെടുന്ന എക്സ്പീരിയൻസ്ഡ് പൈലറ്റ്സും വളരെ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള എയർക്രാഫ്റ്റ്സുമാണ്. അതിൻ്റെ പല ഘട്ടങ്ങളിലുള്ള ചെക്കിംഗ് ഉണ്ട്. ആ ചെക്കിങ് ഗ്രൗണ്ട് എഞ്ചിനീയേഴ്സ് സൈൻ ചെയ്ത് അത് പെർഫെക്റ്റ് ആയിട്ട് യാതൊരു കുഴപ്പമില്ലാത്ത എയർക്രാഫ്റ്റ് ആണ് എന്ന് സർട്ടിഫൈ ചെയ്തതിന് ശേഷമേ ഒന്നാമത്തെ കാര്യം അത് പറത്തൂ. എഗെയിൻ ബ്രിഗേഡ് പറഞ്ഞൊരു കാര്യമുണ്ട്. എയർഫോഴ്സ് ഓഫീഷ്യൽസ് വളരെ സ്ട്രിക്റ്റ് ആണ്. അവർ ഈവൻ പ്രൈം മിനിസ്റ്ററിലെ പ്രസിഡൻറ്റിൻ്റെ സോർട്ടി ആയിക്കൊള്ളട്ടെ, ലാൻഡിങ് സ്ഥലത്ത് വെതർ ശരിയല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയാൻ പഠിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നോ വി വിൽ നോട്ട് ഫ്ലൈ. കാരണം അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. ഒരു ഡേഞ്ചർ സോണിലേക്ക് ഒരു പ്രൈം മിനിസ്റ്ററെ അല്ലെങ്കിൽ പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഒരു VIPയെ കൊണ്ട് പറക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചാൻസാണ് എടുക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തീർച്ചയായും എയർഫോഴ്സിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള പൈലറ്റ്സ് അവർക്ക് ഓൾവേസ് നോ പറയാനുള്ള അധികാരമുണ്ട്. അപ്പോൾ VIP സെക്യൂരിറ്റിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പല സമയത്തും പലപ്പോഴും പല VIPസിൻ്റെ സോർട്ടീസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ബിക്കോസ് ഓഫ് വെതർ. ആ വെതർ അത് ഒരു പോർഷൻ മാത്രമാണ്. അതുകൂടാതെ ട്രയൽ റൺ ഉണ്ട്, ഡ്രൈ റൺ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം ഫെയിൽ പ്രൂഫ് ആണെന്നുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ ടേക്ക് ഓഫ് ചെയ്യത്തുള്ളൂ. ഞാനിവിടെ പറഞ്ഞ കാര്യം വേറൊന്നാണ്. YSR ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്ര, അദ്ദേഹത്തിൻ്റെ ഡെത്തിൻ്റെ ഒരു റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പൈലറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയിരുന്നു. അയാൾ ഗവൺമെൻറ് ഒഫീഷ്യലായിരുന്നു, പ്രൈവറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷേ ആ പ്രൈവറ്റ് ആയിട്ടുള്ള പൈലറ്റ് പോലും ഒരു VIPയെ ഒരിക്കലും ഡേഞ്ചർ സോണിലേക്ക് ഫ്ലൈ ചെയ്യത്തില്ല. പക്ഷേ പറഞ്ഞിരുന്നത് അണ്ടർ പ്രഷർ അയാളെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നുള്ളതാണ്. എഗെയിൻ എയർ വൈസ് മാർഷൽ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഞാൻ വീണ്ടും വരാം. ഞാൻ പറഞ്ഞു ആ മാക്സ് 737 മാക്സ് എൻജിൻ എന്ന് ഞാൻ പറഞ്ഞത് എൻജിൻ്റെ സോഫ്റ്റ്വെയറിലായിരുന്നു അതിന് കുഴപ്പം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇതാണ് പറഞ്ഞിരുന്നത്, എത്ര മോഡേൺ ആയിക്കൊള്ളട്ടെ, എത്ര ടെക്നിക്കലി സൗണ്ട് ആയിക്കോട്ടെ, അതിന് കുഴപ്പങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടാവാം എന്നുള്ളതിൻ്റെ തെളിവാണ് ആ 737 മാക്സ് എയർക്രാഫ്റ്റ്. അത് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും നല്ലതും ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയും ഉള്ളതായ ഒരു ഹെലികോപ്റ്ററാണ് നമ്മളുടെ Mi 17 V5 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫെയിൽ പ്രൂഫ് ആണ് എന്നുള്ളതിന് ഇപ്പോൾ നമുക്ക് ഡൗട്ട് വന്നിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ക്രാഷ് ഉണ്ടായി. ആ ക്രാഷ് ഉണ്ടായതിൻ്റെ അർത്ഥം അത് 100% അത് ടെക്നിക്കലി ഉള്ള പ്രോബ്ലം കൊണ്ടാണോ ക്രാഷ് ഉണ്ടായത് എന്നുള്ളത് അത് എൻക്വയറി കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റും. അറിയുമോ എന്നുള്ളതിന് യാതൊരു ക്ലാരിറ്റിയും ഇല്ല, ഒരു നിർബന്ധമില്ലാതെ. കാരണം ടെക്നിക്കൽ ആ എയർക്രാഫ്റ്റ് മുഴുവൻ കത്തി നശിച്ചു പോയി. അതിൻ്റെ ബ്ലാക്ക് ബോക്സ് റിട്രീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്തുനിന്ന് എത്രമാത്രം ഡീറ്റെയിൽ കിട്ടുമെന്നറിയില്ല. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരേ ഒരു സർവൈവറുണ്ട്. ആ സർവൈവറുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അതിനകത്ത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്കൊരു ഇൻഫർമേഷനും കിട്ടാനുള്ള സാധ്യത അതിനകത്തില്ല. വീണ്ടും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 10 ദിവസമായിട്ട് ആ കൂനൂർ അല്ലെങ്കിൽ ആ ഏരിയയിൽ എക്സസീവ് റെയിനും എക്സസീവ് കാറ്റും അല്ലെങ്കിൽ മൂടൽമഞ്ഞും എല്ലാം ഉള്ള ഒരു സിറ്റുവേഷനാണ്. ബ്രിഗേഡിയർ പറഞ്ഞു യെസ്, അവിടെ ഒരു സ്ഥിരം അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റാണുള്ളത്, ഒരു ഇംഗ്ലീഷ് ക്ലൈമറ്റാണ്, അതുകൊണ്ടാണ് ആൾക്കാർ പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ആൾക്കാർ പോകുന്നത് മാക്സിമം ആൾക്കാരും ബൈ റോഡാണ് പോകുന്നത്. അവിടെ തെളിഞ്ഞ കാലാവസ്ഥയിൽ മാത്രമേ ഹെലികോപ്റ്ററിൽ ആൾക്കാർ പോവുള്ളൂ, അല്ലെങ്കിൽ അതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിന് അവിടെ ചെല്ലേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട്
ഈ വെതർ റിപ്പോർട്ടിനെ ഓവർറൂൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പദവി ഉപയോഗിച്ച് പോയതാണോ എന്നുള്ളത് ഒരു സംശയം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് യാതൊരു കൃത്യതയോ അല്ലെങ്കിൽ എനിക്ക് അറിവോ ഇല്ല. പക്ഷേ അതും ഒരു പോസിബിലിറ്റി ആയിക്കൂടെ എന്നുള്ളത് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ 2-3 പോസിബിലിറ്റി ഉള്ളതിൽ ഒന്നാണ് ഈ വെതർ, രണ്ടാമത്തേതാണ് അതിൻ്റെ ടെക്നിക്കൽ സ്നാഗ് എന്നുള്ളത്. പക്ഷേ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് എനിക്ക് തോന്നി കഴിഞ്ഞാൽ അത് ടെക്നിക്കലി ഏറ്റവും സൗണ്ട് ആയിട്ടുള്ള ഒരു മെഷീനാണത്. അതുകൊണ്ട് അതായിരിക്കില്ല അതിൻ്റെ കാരണം. വെതറിൽ തന്നെ അത് പോയി ലോ ഫ്ലൈയിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. ലോ ഫ്ലൈയിങ് അറിയാം, അവിടെ മലയിടുക്കുകളിൽ കാറ്റിൻ്റെ ഗതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഈ ജെറ്റ് എൻജിൻ അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്ററിൻ്റെ എൻജിൻ അല്ലെങ്കിൽ അതിൻ്റെ റോട്ടർ അതിൻ്റെ എഫക്റ്റീവ്നെസ് കുറയാൻ സാധ്യതയുണ്ട്. അവിടെ എയർ ഡെൻസിറ്റി കുറയുകയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രഷർ കുറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റോട്ടറിന് ഈ ഹെലികോപ്റ്ററിന് ഇത്രയും ഹെവി ഏകദേശം 7500 കിലോ വെയിറ്റുള്ള ഒരു മെഷീനാണ്. അതിനെ അവിടുന്ന് ഒരു വാലിയിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോകാനുള്ള ശക്തി ചിലപ്പം ആ റോട്ടറിന് കിട്ടില്ല, ബിക്കോസ് ഓഫ് ദ എയറിൻ്റെ പ്രഷറിൻ്റെ ഡിഫറൻസ് കാരണം. അപ്പം ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സ്പെക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഇതായിരിക്കും അതായിരിക്കും കാര്യമെന്നുള്ളത്. പക്ഷേ ഫൈനലായിട്ടുള്ള അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എൻക്വയറി തന്നെയായിരിക്കും. പക്ഷേ ഐ സ്റ്റിൽ ഡൗട്ട് എൻക്വയറി അതിനകത്തൊരു പ്രോപ്പർ ആയിട്ടുള്ള കൺഫേംഡ് റിപ്പോർട്ടുമായിട്ട് പുറത്തു വരാൻ പറ്റുമോ എന്നുള്ളതിന് ഡൗട്ടുണ്ട്. യെസ് അവിടെ ശ്രീ മോഹൻ ജോൺ, ഡെഫിനറ്റ്ലി റീസൺസ് പലതാകാം. വെതർ കണ്ടീഷൻസ് ആവാം, അല്ലെങ്കിൽ ടെക്നിക്കൽ ഫോൾട്ട് ആവാം. ഇതൊന്നും അല്ലാതെ വേറൊരു ആംഗിളും ജനങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. ഒരു ഏറ്റവും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് മരിച്ചിട്ടുള്ളത്, CDS ആണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ആംഗിൾ ഉണ്ടോ എന്ന് കോമൺ മാൻ ഒരു പക്ഷേ സംശയം തോന്നിയേക്കാം. ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നല്ല. അപ്പോൾ ഈ കാര്യങ്ങളിലുള്ള ഒരു തറോ സ്ക്രൂട്ടിനി ആവശ്യമില്ലേ? എന്താണ് ഇനി അടുത്ത കാര്യം? അങ്ങനെ ഒന്ന് ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഈ കോർട്ട് ഓഫ് എൻക്വയറി, when I was in service, I've done a number of inquiries, court of inquiry. Firstly, there is a twofold charter given to the court of inquiry. ഒന്നാമത് findings എന്ന് വെച്ചാൽ what went wrong. What went wrong means everything is checked, whether pilot competence, technical crew competence, reliability of the mission, everything is checked. You have the black box. You have a witness who is alive right now. So the idea is to find out what went wrong. The second part of the inquiry is to make recommendations to make sure that such instances do not happen if some mistake has taken place in the first place. Otherwise, I still firmly believe that the inquiry is headed by an air marshal. It is a high-level inquiry. The inquiry is in the knowledge of the parliament, because the Raksha Mantri has placed it on record that inquiry is being held. It is a tri-service inquiry, so there is representation from all three services. So considering these points, I don't think it is correct for anybody to speculate or pass information on social media without having the proper facts and knowledge. I think I would say that's a very anti-national thing to do, because by spreading this social media gossip and you are actually creating problems. So I think we need to have the confidence that the system, a court of inquiry which has been made by the system, will bring out the facts. The previous speaker had expressed doubts about the ability of the inquiry to bring out the facts. I don't think that's correct, because such statements put doubts in the minds of the people. And one more thing I would like to say. We're talking of, this speculation. The brigadier, with no disrespect to him, he made a statement about the MiG-21 being the flying coffin. I have spent about 40 years as a pilot. I've been a fighter pilot, and majority of my flying is on the MiG-21. So for him to say that the MiG-21 is a flying coffin and on a forum like this is wrong, because these are all loose statements which should not be made on a forum like this, because we are addressing the public, people are watching this, and they're taking back things which are not correct. So let us be a little more mature about it. Let us give the inquiry a chance. They will come to the root of the problem. It's a very, and there are a lot of forensics involved in it. It is not just hearsay.
They will come out of the thing. They will put the recommendation and the findings, and it will probably reach the government. After that, I say again, it is the onus is on the government to decide whether the findings and recommendations should be made public. That's all I have to say. യെസ്, നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. ശ്രീ മോഹൻ പിള്ള, അന്വേഷണം നടക്കട്ടെ എന്നുള്ളതല്ലേ ഇതിലെ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട്? ഈ സമയത്ത് സ്പെക്കുലേഷൻസ് ഉണ്ടാവുക, ഗോസിപ്പുകൾ ഉണ്ടാവുക, സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ ജനങ്ങൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണ്ടേ? Janangal, they have the right Yeah, to exactly. speculate, I but think, it is the media. government responsibility. It is government's responsibility to clear the air. That is what initially I said. Okay. And as far as my senior officer who explained that I did something, regarding the MiG. And the MiG, of course, these statements are often coming in the TV as well as the newspapers, and even the senior officers generally address like that. That's why I said like that. It now come to the point. Because എന്തുകൊണ്ടാണ് ഈ എൻക്വയറിയിൽ ഫാക്ട്സ് വരില്ല എന്നൊരു പാർട്ട് ഓഫ് പീപ്പിൾ ജനറലി സേസ്? കാര്യം ഇതിന് മുമ്പുണ്ടായിട്ടുള്ള ഇതിലും ദുഃഖകരമായിട്ടുള്ള പല ഇൻസ്റ്റൻസും ഉണ്ടായിട്ടുണ്ട്. ലൈഫ് ലോസ്, വെദർ ഇറ്റ് ഈസ് എ സീനിയർ ഓഫീസർ ഓർ എ ജൂനിയർ ഓഫീസർ ഓർ എ ജവാൻ, ലൈഫ് ഈസ് എ ലൈഫ്. ഇറ്റ്സ് എ സോൾജിയേഴ്സ് ലൈഫ് ബേസിക്കലി. അപ്പം അതുകൊണ്ട് ഇപ്പോൾ പുൽവാമ ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ ഉള്ള എൻക്വയറി, അതിന് മുമ്പ് UPA ഗവൺമെൻറ് ഉണ്ടായപ്പോൾ പല എൻക്വയറികൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും എക്സാക്ട് റിപ്പോർട്ട് ഫൈൻഡിങ്സ്, അതിൻ്റെ വാട്ട് ദ ഓഫീസർ ഈസ് സെഡ് കറക്റ്റ്ലി, ഫൈൻഡിങ്സ് ഉണ്ട്, റെക്കമെൻഡേഷൻസ് ഉണ്ട്. ആ റെക്കമെൻഡേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു ആ മിസ്റ്റേക്ക്, ആൻഡ് വി വിൽ ബി ദ വിക്ടിം ഫോർ ദാറ്റ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ റെക്കമെൻഡേഷൻസ് ഫുൾഫില്ല് ചെയ്ത് ഗവൺമെൻറ് അത് ഓപ്പണായിട്ട് പബ്ലിക് ഡൊമൈനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പരമപ്രധാനമായിട്ടുള്ള കർത്തവ്യം. അത് നടക്കാത്തത് കൊണ്ടാകാം ഒരുപക്ഷെ വീണ്ടും നമ്മുടെ മറ്റ് ഓഫീസേഴ്സ് പറഞ്ഞതുപോലെ അത് ഡൗട്ട്ഫുള്ളാണ്. പിന്നെ എല്ലാം കവർ ചെയ്യാം. നാഷണൽ സെക്യൂരിറ്റി ആസ്പെക്റ്റാണ് അത്. നാഷണൽ സെക്യൂരിറ്റിയുടെ ഒരു ആസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് അത് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ബ്രോഡർ ടേംസ് വെച്ച് അതിനെ മറയ്ക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു രീതി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ ദ ട്രൈ സർവീസ് എൻക്വയറി ഹാസ് ടു ബി കണ്ടക്റ്റഡ്, ആൻഡ് ദി ഈഫ് റിക്വയർഡ് എ ബ്രോഡർ എൻക്വയറി ഈസ് ഓൾസോ റിക്വയർഡ്. അത് പബ്ലിക്കിന് അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയുവാനുള്ള എല്ലാ വിധത്തിലുള്ള അധികാരവുമുണ്ട്. ആ അധികാരം ഒരു കാരണവശാലും കർബ് ചെയ്യരുത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ TJ ജേക്കബ്, ശ്രീ മോഹൻ ജോൺ, ശ്രീ മോഹനൻ പിള്ള, ശ്രീ KVS ഹരിദാസ് സംസാരിച്ചതിന്. ഇടവേള.